ഹായ്, നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു ടാക്സ് ഇയറിൽ 10 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് വന്നാൽ നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. എന്നാൽ അതിന്റെ സത്യം എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാലോ. നിങ്ങൾക്ക് ഒന്നിലധികം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ എല്ലാ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലും കൂടി ഒരു ടാക്സ് ഇയറിൽ 10 ലക്ഷം രൂപയേക്കാൾ കൂടുതലായിട്ട് ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് UPI വഴിയോ ചെക്ക് വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ വരുന്ന പൈസയ്ക്ക് ഈ 10 ലക്ഷത്തിന്റെ പരിധി ബാധകമല്ല. നിങ്ങളുടെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷ് ബാങ്കിൽ ഇടുന്ന സമയത്ത് മാത്രമാണ് നേരത്തെ പറഞ്ഞ 10 ലക്ഷത്തിന്റെ പരിധിയും ഇൻകം ടാക്സ് നോട്ടീസിനുള്ള സാധ്യതയും ബാധകമാവുന്നത്. ഇനി നിങ്ങൾ 10 ലക്ഷം രൂപയേക്കാൾ കൂടുതലായി നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് പോയി. ഇനി എന്ത് ചെയ്യാം? ഇതിന് കൃത്യമായ വരുമാനത്തിന്റെ സോഴ്സും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നോട്ടീസിനെയും പേടിക്കേണ്ടതില്ല. ചുരുക്കത്തിൽ പണമിടപാടുകൾ കഴിവതും ഡിജിറ്റൽ ആക്കുക, കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക, ടെൻഷൻ ഫ്രീ ആയിരിക്കുക. ഹായ്, നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു ടാക്സ് ഇയറിൽ 10 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് വന്നാൽ നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. എന്നാൽ അതിന്റെ സത്യം എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാലോ. നിങ്ങൾക്ക് ഒന്നിലധികം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ എല്ലാ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലും കൂടി ഒരു ടാക്സ് ഇയറിൽ 10 ലക്ഷം രൂപയേക്കാൾ കൂടുതലായിട്ട് ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് UPI വഴിയോ ചെക്ക് വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ വരുന്ന പൈസയ്ക്ക് ഈ 10 ലക്ഷത്തിന്റെ പരിധി ബാധകമല്ല. നിങ്ങളുടെ കയ്യിലുള്ള ലിക്വിഡ് ക്യാഷ് ബാങ്കിൽ ഇടുന്ന സമയത്ത് മാത്രമാണ് നേരത്തെ പറഞ്ഞ 10 ലക്ഷത്തിന്റെ പരിധിയും ഇൻകം ടാക്സ് നോട്ടീസിനുള്ള സാധ്യതയും ബാധകമാവുന്നത്. ഇനി നിങ്ങൾ 10 ലക്ഷം രൂപയേക്കാൾ കൂടുതലായി നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് പോയി. ഇനി എന്ത് ചെയ്യാം? ഇതിന് കൃത്യമായ വരുമാനത്തിന്റെ സോഴ്സും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നോട്ടീസിനെയും പേടിക്കേണ്ടതില്ല. ചുരുക്കത്തിൽ പണമിടപാടുകൾ കഴിവതും ഡിജിറ്റൽ ആക്കുക, കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക, ടെൻഷൻ ഫ്രീ ആയിരിക്കുക.